എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ അല്ലേ? അപ്പൊ മക്കളെല്ലാവരും തമ്പ് കണ്ടിട്ടുണ്ടായിരിക്കും. ഓണം എക്സാമിനൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ പഠിക്കുന്ന കാര്യങ്ങളൊന്നും തലയിൽ കയറുന്നില്ല എന്നുള്ളത്. അപ്പൊ ആദ്യം തന്നെ മിസ് പറയാണ്, ഇത് വെറും തോന്നല് മാത്രമാണ്. നിങ്ങൾക്ക് ആ ഒരു എക്സാമിനോടുള്ള ആ ഒരു പേടി കാരണമാണ് പഠിക്കുന്ന കാര്യങ്ങളൊന്നും എഫക്റ്റീവ് ആവുന്നില്ലല്ലോ, പഠിക്കുന്ന കാര്യങ്ങളൊന്നും തലയിൽ കയറുന്നില്ലല്ലോ എന്നുള്ള തോന്നൽ ഉണ്ടാവുന്നത്. അപ്പൊ എക്സാമിന് നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം മാത്രമാണ് നമ്മുടെ എക്സാം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ സബ്ജക്റ്റ് ആണ് ഞാൻ ഇംപ്രൂവ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് പഠിച്ചു തുടങ്ങേണ്ടത്, അതോ ഞാൻ ഇത്രയും കാലം പഠിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു പാറ്റേൺ ശരിയാണോ എന്നുള്ള കാരണം നിങ്ങൾക്ക് തന്നെ നിങ്ങളെ വാല്യുവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതിനുള്ള ഒരു കാര്യം മാത്രമാണ് നമ്മുടെ ഒരു എക്സാം. അപ്പൊ ഈ ഒരു എക്സാമിന് നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതിനോടുള്ള ഈ ഒരു പേടി കൂടുന്നത് കൊണ്ടാണ് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ തലയിൽ കയറാത്തതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, നല്ല എഫക്റ്റീവായിട്ട് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. ഇനി ഇടയ്ക്ക് നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ബോറടിച്ചു തുടങ്ങുകയാണ്, അത് ഇനി പഠിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ എഫക്റ്റീവ് അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ബ്രേക്ക് എടുക്കുക. അപ്പോൾ ആ ബ്രേക്ക് എന്ന് പറയുന്നത് 2 മണിക്കൂറും 3 മണിക്കൂറും ഒന്നും എടുക്കരുത്. വളരെ ഷോർട്ടായിട്ടുള്ള ഒരു ബ്രേക്ക് എടുക്കുക, അതിനുശേഷം തിരിച്ച് അങ്ങോട്ട് തന്നെ വരാം, എന്നിട്ട് വീണ്ടും പഠിച്ചു തുടങ്ങാം. ഇത് നിങ്ങൾ ഡെയിലി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ എക്സാമും നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ട് തന്നെ എഴുതാം. എക്സാമുകളിലോട്ട് പോകുന്ന സമയത്ത് സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് പേടി അല്ലെങ്കിൽ കോൺഫിഡൻസ് കുറയുക. ആ സമയത്ത് നമുക്ക് ഓവർ ടെൻഷൻ വരിക. അപ്പോൾ അതെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. വേറെ ഒരു മരുന്നും നമ്മുടെ കയ്യിലില്ല. പഠിക്കുന്ന കാര്യങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് പഠിക്കുക, ഒരു പേടിയും കൂടാതെ പഠിക്കുക. ഇപ്പം നിങ്ങൾ നന്നായിട്ട് പേടിച്ച് എക്സാമുകളിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ അത്രയും കാലം നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് എടുത്ത് അത്രയും സ്മാർട്ട് വർക്ക് എടുത്ത് പഠിച്ച കാര്യങ്ങൾ ആ ഒരു എക്സാമുകളിൽ വെറും 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾ അത്രയും എഫേർട്ട് കാര്യങ്ങൾ മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പേടി എന്ന് പറയുന്ന കാര്യം നിങ്ങളുടെ മൈൻഡിൽ നിന്ന് എടുത്തു മാറ്റുക. പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. എക്സാം എന്ന് പറയുന്നത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ എത്രത്തോളം പഠിച്ചു, ഇനി പഠിക്കുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്നുള്ള ടെസ്റ്റ് മാത്രമാണ് എക്സാം. അപ്പോൾ ഒരു പേടിയും കൂടാതെ ഇപ്പം മുതൽ തന്നെ ഫുൾ കോൺഫിഡൻസിൽ പഠിച്ചു തുടങ്ങാം. നിങ്ങളെ കൊണ്ട് പറ്റും. കാരണം നിങ്ങളെല്ലാവരും നന്നായിട്ട് ഹാർഡ് വർക്ക് എടുക്കുന്നതും അതുപോലെ തന്നെ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളും കൂടിയാണ്. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റാത്തതായിട്ടൊന്നുമില്ല. ഇതെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ ഓണം എക്സാം നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കും. അതിന് വേണ്ടിയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ലൈവ് ക്ലാസ്സും വീഡിയോസും ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ചാനലൊക്കെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുകൂടാതെ തന്നെ ഈ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലോട്ട് എത്തുക. അപ്പോൾ മിസ് വീണ്ടും പറയുകയാണ്, ഈ തംബ്നെയിൽ കണ്ട് മക്കൾ ആരും ടെൻഷൻ അടിക്കേണ്ട. പഠിക്കുന്ന കാര്യങ്ങൾ തലയിൽ കയറാത്തത് എന്നുള്ള ഒരു തോന്നൽ മാത്രമാണ്. ആ തോന്നൽ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഇറേസ് ചെയ്ത് കളഞ്ഞ് നിങ്ങൾ അടിപൊളിയായിട്ട് ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങുക. സോ ഓൾ ദി ബെസ്റ്റ്.